ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. നല്ല സോഫ്റ്റായിട്ട് വളരെ പെട്ടെന്ന് തന്നെ എങ്ങനെ ഉണ്ണിയപ്പം തയ്യാറാക്കുമെന്ന് നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമ്മൾ 1 കിലോ പച്ച അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ കുതിർത്താനായിട്ട് ഇട്ടിരുന്നു. ഇത് കഴുകി ഊറ്റിയെടുത്തതാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് മൈദ, പിന്നെ ഒരു 750 ഗ്രാം ശർക്കര, ഏലക്കായ, തേങ്ങ. ശർക്കര നമുക്ക് ഉരുക്കിയെടുക്കണം. അപ്പം 1 കിലോ പച്ചരിക്ക് ഒരു 750 ശർക്കര മതിയാകും. പിന്നെ അരി നമ്മൾ അരച്ചെടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. നല്ല കട്ടിയായിട്ടാണ് നമുക്ക് മാവ് കിട്ടേണ്ടത്. ബാക്കിയുള്ളതും ഇതുപോലെ അരച്ചെടുക്കാം. അവസാനത്തെ അരവിൽ നമ്മൾ കുറച്ച് ചോറ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത് ചേർത്തിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 300 ഗ്രാം മൈദ ചേർത്താൽ മതി. ഏലക്കായ ചതച്ചെടുത്തതാണിത്. തേങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്. നല്ല തിളച്ച ശർക്കര വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത്. ശർക്കരയൊക്കെ നല്ലപോലെ ഉരുക്കി കിട്ടിയിട്ടുണ്ട്. നല്ല തിളച്ച ശർക്കര വെള്ളം തന്നെയാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നാലേ നമ്മൾ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും ശർക്കര വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് അപ്പസോഡ ചേർത്ത് കൊടുക്കുക. അപ്പസോഡ ചേർത്താൽ നമ്മളെ മാവ് ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആവും. ഇത്ര അയവിലാണ് നമ്മുടെ മാവ് ആവേണ്ടത്. ഇനി നമ്മളിത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂറിന് ശേഷം നമ്മൾ ഉണ്ണിയപ്പം ചുട്ടെടുക്കുകയാണ്. ഓയിലാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് ഉണ്ണിയപ്പം ചുട്ടെടുക്കാനായിട്ട്. ഇനി നമുക്ക് നമ്മുടെ ഉണ്ണിയപ്പത്തിനുള്ള മാവ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഓയിൽ നല്ലപോലെ തിളച്ചിട്ടാണ് ഇത് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഒരു 2 മിനിറ്റിന് ശേഷം നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ 2 വശവും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം നമ്മളെ ഉണ്ണിയപ്പം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. ബാക്കിയുള്ളതും ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ണിയപ്പം തയ്യാറാക്കിയിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടാത്തവരൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉണ്ണിയപ്പം കിട്ടുന്നതാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഇത് കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണ്. ഇതിൽ നിന്നും ഒന്ന് മുറിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് ഉണ്ണിയപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.